ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്, ഏകകക്ഷി ആധിപത്യ കാലഘട്ടം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മൾ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ 1952 ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അതിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതേപോലെ തന്നെ അവിടെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. കോൺഗ്രസിൻ്റെ വിക്ടറി, ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ ഭൂരിപക്ഷം കിട്ടി. 1952, 57, 62 ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ഗോട്ട് എ തമ്പിങ് മെജോറിറ്റി അറ്റ് ദ സെൻറ്റർ ആൻഡ് ഓൾ ഓവർ ഇന്ത്യ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യമാണത്. അതിൻ്റെ റീസൺസ്, വാട്ട് ആർ ദ റീസൺസ് ഫോർ കോൺഗ്രസ് വിക്ടറി, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഒന്ന്, ലെഗസി ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പൈതൃകം പേറുന്ന പാർട്ടി എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് പാർട്ടി വാസ് ദ ഓൺലി പാർട്ടി വിച്ച് ഹാഡ് എ നാഷൻ വൈഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ദേശീയ തലത്തിൽ ഒരു ശക്തമായ സംഘടനാ ബലമുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തു. മൂന്നാമത്തെ കാര്യം, പേഴ്സണാലിറ്റി ഓഫ് ദ ലീഡേഴ്സ്, കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വ്യക്തിപ്രഭാവം. അതിൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് 1885 രൂപീകരിക്കപ്പെടുമ്പോൾ ഒരു പ്രഷർ ഗ്രൂപ്പായി നിന്ന പാർട്ടിയാണ്. പിന്നീട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൻ്റെ മുൻനിര നേതാക്കന്മാരായി നിന്നിരുന്ന കുറേയധികം നേതാക്കന്മാരുണ്ടായിരുന്നു, നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. ഇവരുടെ വ്യക്തിപ്രഭാവം, അങ്ങനെ 3 കാരണങ്ങളാണ് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ആധിപത്യം ഉണ്ടാവാനുള്ള കാരണം. അപ്പം നമ്മളതിൽ ഈ 3 കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഒരു കാര്യം, ഈ പാഠഭാഗത്തിൻ്റെ ഹെഡിങ് പറയും പോലെ തന്നെ ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് ആണ്, ഏകകക്ഷി ആധിപത്യം അല്ലെങ്കിൽ മേധാവിത്വ കാലഘട്ടം എന്നുള്ളതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ആധിപത്യം. കോൺഗ്രസിൻ്റെ ആധിപത്യം ഞാൻ പറഞ്ഞു, 1952 മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസിൻ്റെ ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത്. 52, 57, 62 ഇങ്ങനെ നോക്കിയാൽ 77 വരെയുള്ള കാലഘട്ടം കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ സ്വാധീനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ കോൺഗ്രസ് മേധാവിത്വത്തിൻ്റെ ഒരു സ്വഭാവം, നാച്ചർ ഓഫ് കോൺഗ്രസ് ഡോമിനൻസ്? അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റം, വൺ പാർട്ടി സിസ്റ്റം, ഇങ്ങനെ 2 തരത്തിലാണ്. ഏകകക്ഷി മേധാവിത്വ സമ്പ്രദായവും ഏകകക്ഷി സമ്പ്രദായവും. ഇങ്ങനെ ഇത് രണ്ടും എന്താണെന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. ഏകകക്ഷി മേധാവിത്വ സംവിധാനം, വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റം ആൻഡ് വൺ പാർട്ടി സിസ്റ്റം, ഇങ്ങനെ 2 തരത്തിലുള്ളതാണ് സമ്പ്രദായങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റമാണ്. വൺ പാർട്ടി സിസ്റ്റം അല്ല, വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റം. എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റം ആയിരുന്നു. വൺ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്ന മറ്റൊരു സമ്പ്രദായം വേറെയുണ്ട്, അതായിരുന്നില്ല ഇന്ത്യയിൽ. ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റം ആയിരുന്നു. നമ്മൾ പഠിച്ചു, ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ സ്വാധീനം കിട്ടിയെന്ന് പറഞ്ഞു. രണ്ടാമത്തെ, ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി വാസ് CPI. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ഈ CPI എന്ന് പറയുന്ന സംഘടനക്ക് 16 സീറ്റുകളാണെന്ന് കിട്ടിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയ്ക്ക് 16 സീറ്റുകളാണ് കിട്ടിയത്. അതോടൊപ്പം തന്നെ മറ്റൊട്ടനവധി രാഷ്ട്രീയ പാർട്ടികളും അന്ന് ഇന്ത്യയിലെ മത്സര രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റം ഞാനിവിടെ ചർച്ച ചെയ്യുന്ന കാര്യമല്ല, ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൺ പാർട്ടി സിസ്റ്റം ആൻഡ് വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റം? ഏകകക്ഷി സമ്പ്രദായവും ഏകകക്ഷി സമ്പ്രദായം എന്നറിയപ്പെടുന്ന വൺ പാർട്ടി സിസ്റ്റവും വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റവും ഏകകക്ഷി മേധാവിത്വ സമ്പ്രദായവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതാണ്. മനസ്സിലായല്ലോ? ഏകകക്ഷി സമ്പ്രദായവും വൺ പാർട്ടി സിസ്റ്റവും വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇപ്പോൾ വൺ പാർട്ടി സിസ്റ്റം എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം സ്വാധീനമുള്ള സമ്പ്രദായം. ദാറ്റ് മീൻസ് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം സ്വാധീനം. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുന്നത്.
അവിടെ മറ്റ് സംഘടനകളൊക്കെ ഉണ്ട്, പക്ഷേ ആ സംഘടനകൾക്കൊന്നും പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം, അതിലെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം സ്വാധീനം, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ നിഷ്പ്രഭരാകുന്ന അവസ്ഥ. അവിടെ നോ ഓപ്പോസിഷൻ അലൗഡ്, അവിടെ ഓപ്പോസിഷൻ അലൗഡ് അല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് അലൗഡ് അല്ല. അത്തരത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം സ്വാധീനവും പ്രാധാന്യവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശവുമുള്ള സമ്പ്രദായത്തെയാണ് നമ്മൾ ഏകകക്ഷി വ്യവസ്ഥ എന്ന് പറയുന്നത്. ചൈന, ക്യൂബ, പഴയ ഇറ്റലി, ജർമ്മനി, അത് അവിടെ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടം, മുസോളിനിയുടെ കാലഘട്ടമൊക്കെ നമ്മൾ ഓർമ്മിച്ചാൽ അവിടെ അതൊക്കെ നമുക്ക് എന്താണെന്ന് പറയാം, വൺ പാർട്ടി സിസ്റ്റം ആണെന്ന് പറയാം, ഏകകക്ഷി വ്യവസ്ഥ, ഏകകക്ഷി വ്യവസ്ഥ. എന്നാൽ ഇന്ത്യയിൽ 1952 മുതൽ ഉണ്ടായിരുന്നത് ഏകകക്ഷി വ്യവസ്ഥയല്ല, നേരെ മറിച്ച് ഏകകക്ഷി മേധാവിത്വ വ്യവസ്ഥയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏകകക്ഷി മേധാവിത്വ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ 2ൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുകയും എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം ശക്തമായ സ്വാധീനം ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ 1ൽ കൂടുതൽ 2ൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുകയും പക്ഷേ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം സ്വാധീനം ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്, അവിടെ ഓപ്പോസിഷൻ ഉണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തുണ്ട്, അവിടെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമാണ് അവിടെ മേധാവിത്വം കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഏകകക്ഷി വ്യവസ്ഥ എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സിംഗിൾ പാർട്ടി മാത്രം ഇടപെടുന്ന ഒരവസ്ഥ. എന്നാൽ ഏകകക്ഷി മേധാവിത്വ വ്യവസ്ഥ എന്ന് പറയുന്നതിൽ നമ്മൾ കാണുന്നത് എന്താണ്, ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ 2ൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും, അവർക്കെല്ലാം പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാവും. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ ഇലക്ഷൻ പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ അതിൽ സ്വാധീനം കിട്ടുന്നത് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമായിരിക്കും. ആ ഒരു വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ള കോൺഗ്രസിൻ്റെ ആ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടം നമ്മൾ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് പോലെ തന്നെ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്താണ് ഏകകക്ഷി വ്യവസ്ഥ? ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം പ്രാധാന്യം ഉണ്ടാവുന്നു, അവർ മാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, പ്രതിപക്ഷത്തെ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ അലൗ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഏകകക്ഷി മേധാവിത്വ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ 2ൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുകയും അവർക്ക് ആർക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സാധിക്കുന്നു, പക്ഷേ സ്വാധീനം ലഭിക്കുന്നത് ഈ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്കാണ് എന്നത് മാത്രം. അപ്പോൾ ഇന്ത്യയിൽ 52 മുതൽ ഏകദേശം ഒരു 77 വരെയുള്ള കാലഘട്ടം, അതിൻ്റെ ഇടയിൽ കോൺഗ്രസിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായി, നമ്മൾ അടുത്ത ഭാഗത്ത് പഠിക്കും. 77 വരെയുള്ള കാലഘട്ടം ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു സ്വാധീനം ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻ കോൺഗ്രസ് പാർട്ടി ഗോട്ട് എ തമ്പിങ് മെജോറിറ്റി അറ്റ് ദ സെൻറ്റർ ആൻഡ് ഓൾ ഓവർ ഇന്ത്യ. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ശക്തമായ സ്വാധീനം നേടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതാണ് ഏകകക്ഷി വ്യവസ്ഥയും ഏകകക്ഷി മേധാവിത്വ വ്യവസ്ഥയും. ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ ഏകകക്ഷി മേധാവിത്വ വ്യവസ്ഥയാണ്. പ്രതിപക്ഷത്തെ പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അവിടെയൊക്കെ സ്വാധീനം ലഭിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമായിരുന്നു എന്നതാണ് ഏകകക്ഷി മേധാവിത്വ വ്യവസ്ഥ എന്തുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള ഞാൻ പറഞ്ഞ കാര്യം. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയിൻ ഓപ്പോസിഷൻ പാർട്ടീസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് കോൺഗ്രസ് ഡോമിനൻസ്. കോൺഗ്രസിൻ്റെ ആധിപത്യ കാലഘട്ടത്തിൽ, കോൺഗ്രസിൻ്റെ മേധാവിത്വ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലൊക്കെ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. മെയിൻ ഓപ്പോസിഷൻ പാർട്ടീസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് കോൺഗ്രസ് ഡോമിനൻസ്. കോൺഗ്രസിൻ്റെ ആധിപത്യ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുന്നത് ഒന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി, മറ്റൊന്ന് ഭാരതീയ ജനസംഘം, മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ സ്വതന്ത്ര പാർട്ടി. ഇങ്ങനെ പ്രധാനമായിട്ടും 4 രാഷ്ട്രീയ പാർട്ടികളായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ മേഖലയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ. ഇതിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചാണ് നമുക്ക് ഇനി ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. നമുക്ക് ആദ്യം സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയാം. സോഷ്യലിസ്റ്റ് പാർട്ടി
ഇപ്പോൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപക്ഷെ നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പാർട്ടി ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ രൂപീകരണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സെവറൽ സോഷ്യലിസ്റ്റ് പാർട്ടീസ് വർ ഫോംഡ് ഇൻ ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ബട്ട് ദ ഫസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ ദ പ്രീ ഇൻഡിപെൻഡൻറ്റ് പീരീഡ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായത് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. ഇൻ 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആചാര്യ നരേന്ദ്രദേവ്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള സംഘടന ആചാര്യ നരേന്ദ്രദേവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നത് 1934 അത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CSP എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആചാര്യ നരേന്ദ്രദേവ് ആയിരുന്നു. അപ്പോൾ 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പോൾ അതിൻ്റെ പേര് തന്നെ മുന്നിൽ കോൺഗ്രസ് എന്നുണ്ട്, മനസ്സിലായല്ലോ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. എന്താണ് ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. The Congress Socialist Party functioned as a left wing within Congress. കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ഇടതുപക്ഷ മനോഭാവമുള്ള ഒരു ഇടതുപക്ഷ ചിന്തയുള്ള സംഘടനയായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഇവിടെയാണ് നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു കാര്യത്തെക്കുറിച്ച് നമ്മളിവിടെ ചിന്തിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന നേരത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ബ്രോഡ് മൈൻഡഡ് സംഘടനയായിരുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് തരത്തിലുള്ള ഐഡിയോളജികൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് കോൺഗ്രസിൻ്റെ ഉള്ളിൽ അംഗത്വം എടുക്കാൻ സാധിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കുകയും കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുകയും അതിൽ തന്നെ മറ്റൊരു വിങ്ങായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ, നിങ്ങൾ കോൺഗ്രസിനുള്ളിലാണ് ആര് പ്രവർത്തിച്ചത്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത്. അതൊരു ഇടതുപക്ഷ മനോഭാവമുള്ള പാർട്ടിയായിരുന്നു, മനസ്സിലാലോ. 1934 ആചാര്യ നരേന്ദ്രദേവ് സ്ഥാപിച്ച പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളായിരുന്നു അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത്. ദ അൾട്ടിമേറ്റ് എയിം ഓഫ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് ടു മേക്ക് കോൺഗ്രസ് എ റാഡിക്കൽ ആൻഡ് ഇഗാലിറ്റേറിയൻ പാർട്ടി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെ കുറച്ചുകൂടി റാഡിക്കലായിട്ട് ഒരു പുതിയ മാറ്റമുള്ള ഒരു പാർട്ടിയായി കൊണ്ടുവരിക, അതുപോലെ തന്നെ ഒരു ഐക്യമുള്ള പാർട്ടിയായി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ, കോൺഗ്രസ്സുകാരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ 1934 ആചാര്യ നരേന്ദ്രദേവിൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുന്നു, പക്ഷേ ഒരു ലെഫ്റ്റ് വിങ്ങുള്ള ഇടതുപക്ഷ മനോഭാവമുള്ളവരാണ് അതിലുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ കുറച്ചുകൂടി ഇഗാലിറ്റേറിയനായി കൊണ്ടുവരിക, കുറച്ചുകൂടി റാഡിക്കലായി കൊണ്ടുവരിക, കുറച്ച് വിശാല ചിന്തയുള്ള ഒരു പാർട്ടിയാക്കി കോൺഗ്രസിനെ കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ, മെമ്പർഷിപ്പ് ആൻഡ് ഐഡിയോളജി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് അവരുടേതായ ഒരു ഭരണഘടനയുണ്ട്, അതുപോലെ തന്നെ അവരുടേതായ ഒരു ആശയങ്ങളുണ്ട്. കോൺഗ്രസിന്റെ ആശയത്തിന് പുറമെ അവരുടേതായ ഒരു ആശയം അവർ വെച്ച് പുലർത്തുന്നത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മനോഭാവം എന്ന് പറയുന്നത് അവർക്കുണ്ട്. ഇൻ 1948 കോൺഗ്രസ് പാർട്ടി അമെൻഡഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊഹിബിറ്റഡ് ഡ്യുവൽ മെമ്പർഷിപ്പ്. എന്നാൽ 1948 ആയപ്പോഴേക്കും, 34 CSP രൂപീകരിക്കപ്പെടുന്നത്, നിങ്ങൾ ഓർമ്മിക്കുക, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. എന്നാൽ 1948 കോൺഗ്രസ് പാർട്ടി അമെൻഡഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? അവരുടെ ഭരണഘടന ഭേദഗതി ചെയ്തു. ഓരോ പാർട്ടിക്കും ഓരോ ഭരണഘടന ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി 1948 ആയപ്പോഴേക്കും അവരുടെ ഭരണഘടനയിൽ ഭേദഗതി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആൻഡ് പ്രൊഹിബിറ്റഡ് ഡ്യുവൽ മെമ്പർഷിപ്പ്, ഇരട്ട അംഗത്വം. അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന പാർട്ടിയായിരുന്നു ഏത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്ന ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 1948 കോൺഗ്രസ് അതിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? ഡ്യുവൽ മെമ്പർഷിപ്പ്, ഇരട്ട അംഗത്വം ഒഴിവാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇതിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന
CSP എന്ന് പറയുന്നവർക്ക് പുറത്തു പോരേണ്ടി വരും. കാരണം എന്താ, ഡ്യുവൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഒഴിവാക്കിയല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്ന സംഘടന അവിടെ എന്തായിപ്പോയി, അവിടുന്ന് പുറത്തു പോവേണ്ടതായിട്ട് വന്നു. പിന്നീട് അവരെന്തായി തീർന്നു, സോഷ്യലിസ്റ്റ് പാർട്ടി ആയിട്ട് മാറി. ഇൻ 1948 സോഷ്യലിസ്റ്റ് പാർട്ടി ലെഫ്റ്റ് കോൺഗ്രസ് ആൻഡ് കണ്ടസ്റ്റഡ് ഇലക്ഷൻ. അപ്പോൾ അവരെന്ത് ചെയ്തു, 1948 സോഷ്യലിസ്റ്റ് പാർട്ടി CSP എന്നുള്ള പേര് മാറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നായി മാറി. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്. 34 CSP രൂപീകരിക്കപ്പെട്ടു. കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷ മനോഭാവമുള്ളവരായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ 48 കോൺഗ്രസ് അതിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, പ്രൊഹിബിറ്റഡ് ഡ്യുവൽ മെമ്പർഷിപ്പ്, ഇരട്ട അംഗത്വം ഒഴിവാക്കി. കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാമെന്നുള്ള ആ ഇരട്ട അംഗത്വം ഒഴിവാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ളത് സോഷ്യലിസ്റ്റ് പാർട്ടി മാത്രമായിട്ട് പരിണമിച്ചു. അങ്ങനെ 48 സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ 1948 സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കുകയും ചെയ്തു. 1952 ആദ്യത്തെ ഇലക്ഷൻ, അതിൽ ഇവർ മത്സരിച്ചു. ദ പാർട്ടി കുഡ് വിൻ ഓൺലി 12 സീറ്റ്സ് ഇൻ ലോക്സഭ. എന്നാൽ 12 സീറ്റുകളിൽ മാത്രമാണ് ഇവർക്ക് വിജയിക്കാൻ സാധിച്ചത്. സോഷ്യലിസ്റ്റ് പാർട്ടി 48 രൂപീകരിക്കപ്പെട്ടു. 52 ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ, ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചു. പക്ഷേ പാർട്ടി ഗോട്ട് ഓൺലി 12 സീറ്റ്സ് ഇൻ ലോക്സഭ. ലോക്സഭയിൽ വെറും 12 സീറ്റുകൾ മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഐഡിയോളജി നോക്കാം. എന്താണ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മെയിൻ ഐഡിയോളജി ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടി? ദേ ബിലീവ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. അവർ വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ ജനാധിപത്യ സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തിൽ വിശ്വസിച്ചവരായിരുന്നു. ദർ എയിം വാസ് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സൊസൈറ്റി. ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് സമൂഹത്തെ രൂപീകരിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദർ എയിം വാസ് ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സൊസൈറ്റി. ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സൊസൈറ്റി രൂപീകരിക്കുക എന്തായിരുന്നു അവരുടെ ലക്ഷ്യം. അതാണ് നേരത്തെ പറഞ്ഞ കാര്യം. ദേ ബിലീവ്ഡ് ഡെമോക്രാറ്റിക് സോഷ്യലിസം, ജനാധിപത്യ സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തിൽ അവർ വിശ്വസിച്ചു. എല്ലാവരും ആ പോയിന്റ് എഴുതി നോക്കുക. 1948 രൂപീകരിക്കപ്പെട്ട സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറയുന്ന ആശയമായിരുന്നു. അതുവഴി എന്താണ് അവർ ഉദ്ദേശിച്ചത്? ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സൊസൈറ്റിയെ രൂപീകരിക്കുക, ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് സമൂഹത്തെ രൂപീകരിക്കുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. ദ സോഷ്യലിസ്റ്റ് ക്രിട്ടിസൈസ് ദ കോൺഗ്രസ് ഫോർ ഫേവറിംഗ് ദ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ലാൻഡ് ലോഡ്സ്. കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലിസ്റ്റിനെയും, അതായത് മുതലാളി വർഗത്തെയും അതുപോലെ തന്നെ ഭൂ ഉടമകളെയും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ അവർ അതിശക്തമായി വിമർശിച്ചു. കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? മുതലാളി വർഗത്തെയും അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സിനെയും ഭൂ ഉടമകളെയും പിന്തുണക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ അവർ വിമർശിച്ചു. ആൻഡ് കോൺഗ്രസ് പെസൻസിനെയും, അതായത് കർഷകരെയും അതുപോലെ തന്നെ തൊഴിലാളികളെയും അവഗണിക്കുന്നു എന്ന് കോൺഗ്രസിനെതിരായിട്ട് അവർ വിമർശനം ഉന്നയിച്ചു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുതലാളി വർഗത്തെയും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള ഭൂ ഉടമകളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും അവര് തൊഴിലാളികളെയും അതുപോലെ തന്നെ കർഷകരെയും പരിഗണിക്കുന്നില്ല, അവരെ അവഗണിക്കുകയാണ് ചെയ്യുന്നതെന്നും സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെതിരായിട്ട് ശക്തമായ രീതിയിൽ ക്രിറ്റിസിസം പറഞ്ഞു. വളരെ പാവപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി, ഒരു സ്ഥിതി സമത്വപൂർണമായ സമൂഹത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റുകളുടെ ഒരു പ്രഖ്യാപിതമായ ലക്ഷ്യം. അപ്പോൾ അതിന് കോൺഗ്രസ് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് അതിന് തയ്യാറാവുന്നില്ല. കോൺഗ്രസ് ക്യാപിറ്റലിസ്റ്റിനെയാണ് പിന്തുണക്കുന്നത് എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ സോഷ്യലിസ്റ്റ് പാർട്ടി വെന്റ് ത്രൂ സെവറൽ സ്പ്ലിറ്റ്സ് ആൻഡ് റീയൂണിയൻസ് ആൻഡ് ക്രിയേറ്റഡ് സെവറൽ ന്യൂ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട ശേഷം പിന്നീട് ഒരുപാട് പിളർപ്പുകൾ ഉണ്ടായി. അതായത് സോഷ്യലിസ്റ്റ് മൈൻഡുള്ള കുറച്ച് ആളുകൾ പിന്നീട് പുതിയ കുറേ പാർട്ടികൾ ഉണ്ടാക്കി. അത്തരത്തിലുള്ള കുറേ പാർട്ടികൾ, ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന പല സോഷ്യലിസ്റ്റ് പാർട്ടികൾ, ഞാൻ അടുത്ത ഭാഗത്തിനെ കുറിച്ച് പറയാം. കുറേ സോഷ്യലിസ്റ്റ് പാർട്ടികൾ പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രൂപം കൊണ്ട പാർട്ടികളാണ്. അപ്പോൾ ഒരുപാട് സ്പ്ലിറ്റുകൾ ഉണ്ടാവുകയും ഒരുപാട് പിളർപ്പുകൾ ഉണ്ടാവുകയും കുറേയധികം പാർട്ടികൾ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പുതിയ പാർട്ടികൾ. കുറേയധികം പുതിയ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടു. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി,
ആൻഡ് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി. എല്ലാവരും ഈ 3 പാർട്ടികളുടെ പേര് എഴുതി വെക്കണം. സോഷ്യലിസ്റ്റ് പാർട്ടി വെന്റ് ത്രൂ സെവറൽ സ്പ്ലിറ്റ്സ് ആൻഡ് reunions and created several new political parties like കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ആൻഡ് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി. ഇങ്ങനെ 3 രാഷ്ട്രീയ പാർട്ടികളായിട്ട് അത് വീണ്ടും എന്ത് ചെയ്തു, പിളർന്നുപോയി. JB കൃപലാനി റിസൈൻ ഫ്രം കോൺഗ്രസ് പാർട്ടി ആൻഡ് ഫോംഡ് ദ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി KMPP ഇൻ 1951. 1951 കോൺഗ്രസ് നേതാവായ JB കൃപലാനി കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും അദ്ദേഹം ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ആ പാർട്ടിയാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി എന്നറിയപ്പെടുന്ന KMPP. നോട്ട് ചെയ്ത് നോക്കുക എല്ലാവരും. JB കൃപലാനി, കോൺഗ്രസ് നേതാവായ JB കൃപലാനി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് 1951 രൂപീകരിച്ച പാർട്ടിയാണ് KMPP എന്നറിയപ്പെടുന്ന കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. അങ്ങനെ 1951 കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി എന്ന പേരിൽ JB കൃപലാനി ഒരു പാർട്ടി ഉണ്ടാക്കി. ഇൻ 1952 സെപ്റ്റംബർ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി മെർജ്ഡ് വിത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി. 1952 സെപ്റ്റംബറിൽ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് വീണ്ടും ലയിച്ചു. പിന്നീട് എന്തുണ്ടായി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. 52 സെപ്റ്റംബറിലെ KMPP എന്നറിയപ്പെടുന്ന കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി മെർജ്ഡ് വിത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി ആൻഡ് ഫോംഡ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള പേരിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കപ്പെട്ടു. 1952 സെപ്റ്റംബറിൽ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ലയിച്ചു ചേർന്നുകൊണ്ട് ഒരു പുതിയ പാർട്ടിയായിരിക്കുന്ന പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചു. ഇൻ 1952 1952 രാം മനോഹർ ലോഹ്യ, ഈ ഒരു പേര് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു രാം മനോഹർ ലോഹ്യ, ലെഫ്റ്റ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ആൻഡ് ഫോംഡ് അനദർ സോഷ്യലിസ്റ്റ് പാർട്ടി. 1952 രാം മനോഹർ ലോഹ്യ പാർട്ടി വിട്ടു, പുതിയ പാർട്ടി അദ്ദേഹം വീണ്ടും രൂപീകരിച്ചു. ദെൻ ഇൻ 1971 സം അതർ ലീഡേഴ്സ് ഫോംഡ് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു, 1971 സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ പുതിയൊരു പാർട്ടി വീണ്ടും രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലുണ്ടായ സോഷ്യലിസ്റ്റ് പാർട്ടി പിളർന്നുകൊണ്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി ഉണ്ടാവുകയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാവുകയും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ JB കൃപലാനിയാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി ഉണ്ടാക്കിയത്. പിന്നീട് 52 അത് എന്ത് ചെയ്തു, സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് ലയിച്ചിട്ട് വീണ്ടും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നു. പിന്നീട് 52 രാം മനോഹർ ലോഹ്യ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. 71 സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നു. ഇങ്ങനെ ഒട്ടനവധി പിളർപ്പുകളും റീയൂണിയനുകളും, അതായത് പിളർപ്പുകളും കൂടിച്ചേരലുകളും നടന്നുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയത് എന്നർത്ഥം. നിങ്ങൾ ഓർമ്മിച്ചു നോക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട 48-ലാണ്. 48 രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യത്തെ ഇലക്ഷനിൽ സോഷ്യലിസ്റ്റ് പാർട്ടി മത്സരിച്ചു. 12 സീറ്റുകളാണ് ലഭിച്ചത്. പിന്നീട് ഒരുപാട് പിളർപ്പുകൾ പാർട്ടിക്കുണ്ടായി. ആ പിളർപ്പിലൂടെ ഉണ്ടായി ആ പ്രധാനപ്പെട്ട പാർട്ടികളാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി KMPP എന്നറിയപ്പെടുന്നത്. അത് JB കൃപലാനി ഉണ്ടാക്കിയതാണ്. പിന്നീട് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, പിന്നെ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, ഇങ്ങനെയുള്ള സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ള നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു നോക്കാം. നിങ്ങളെല്ലാവരും കേട്ട ഒരു പേരാണ് ജയപ്രകാശ് നാരായൺ, അല്ലെങ്കിൽ JP എന്നറിയപ്പെടുന്ന പേര്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് വളരെ വിശദമായി തന്നെ പഠിക്കുന്നുണ്ട്. ജയപ്രകാശ് നാരായൺ, അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു ജയപ്രകാശ് നാരായൺ. ദെൻ അച്യുത് പട്വർദ്ധൻ, നിങ്ങൾ ആ പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അച്യുത് പട്വർദ്ധൻ. ദെൻ അശോക് മേത്ത. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് നേതാക്കന്മാരുടെ പേരുകളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. ജയപ്രകാശ് നാരായൺ, അച്യുത് പട്വർദ്ധൻ, അശോക് മേത്ത, SM ജോഷി, രാം മനോഹർ ലോഹ്യ, നേരത്തെ ഞാൻ പറഞ്ഞ രാം മനോഹർ ലോഹ്യ, ദെൻ JB കൃപലാനി, ദെൻ പട്ടം താണുപിള്ള. കേരളത്തിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു പട്ടം താണുപിള്ള. PSP എന്ന് പറയുന്ന പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു പട്ടം താണുപിള്ള. ഒന്നുകൂടെ ഞാൻ പേര് പറയാം. ജയപ്രകാശ് നാരായൺ, അച്യുത് പട്വർദ്ധൻ, അശോക് മേത്ത, SM ജോഷി, രാം മനോഹർ ലോഹ്യ, JB കൃപലാനി ആൻഡ് പട്ടം താണുപിള്ള were the prominent socialist leaders. ഇവരാണ് ഇന്ത്യയിലെ പ്രമുഖരായ സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മെനി കണ്ടംപററി പൊളിറ്റിക്കൽ പാർട്ടീസ് ലൈക്ക് ജനതാദൾ
ഇന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ സമകാലിക ഇന്ത്യയിൽ കാണുന്ന പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനതാദൾ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് ജനതാദൾ, ദെൻ സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ RJD, ബീഹാറിൽ പ്രവർത്തിക്കുന്ന RJD, അതുപോലെ തന്നെ ജനതാദൾ സെക്യുലർ, ഇങ്ങനെയുള്ള ജനതാദൾ യുണൈറ്റഡ്, ജനതാദൾ സെക്യുലർ, ഇങ്ങനെ രണ്ട് ദളുകളാണ് ഇന്നുള്ളത്. അപ്പോൾ ജനതാദൾ സെക്യുലർ, ജനതാദൾ യുണൈറ്റഡ്, സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ RJD, ഇങ്ങനെയുള്ള പാർട്ടികളെല്ലാം ട്രേസ് ദർ ഓറിജിൻ ടു സോഷ്യലിസ്റ്റ് പാർട്ടി. ഇവരുടെ എല്ലാം ഓറിജിൻ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ഇടതുപക്ഷ മനോഭാവമാണെങ്കിലും അവർക്കൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തിലാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അവർ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സൊസൈറ്റിയെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗമാണ് എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം CSP, പിന്നെ അത് സോഷ്യലിസ്റ്റ് പാർട്ടിയായി മാറിയത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയോളജീസ്, അതിലെ പ്രധാനപ്പെട്ട സ്പ്ലിറ്റ് ആയി ഉണ്ടായ പുതിയ പാർട്ടികൾ, അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇതൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്ത്. ഇതാണ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും 48 സോഷ്യലിസ്റ്റ് പാർട്ടിയും ഉണ്ടായി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോയത് കോൺഗ്രസ് അതിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് അതിലെ ഡ്യുവൽ മെമ്പർഷിപ്പ് എടുത്തു കളഞ്ഞതോടുകൂടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കുക. സോഷ്യലിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ എഴുതാൻ സാധിക്കും. യെസ്, അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനയാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട മറ്റൊരു സംഘടനയാണ് ഭാരതീയ ജനസംഘം. ജനസംഘം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. BJS, ഭാരതീയ ജനസംഘം. ജനസംഘം എന്ന് പറയുന്നത് ഭാരതീയ ജനസംഘം വാസ് ദ ഓൾഡ് വേർഷൻ ഓഫ് BJP. ഇന്ന് നമ്മൾ കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഓൾഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു പഴയ രൂപമാണ് ജനസംഘം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭാരതീയ ജനസംഘം വാസ് ദ ഓൾഡ് വേർഷൻ ഓഫ് BJP എന്ന് നമുക്ക് പറയാൻ സാധിക്കും. BJPയുടെ ഒരു പഴയ രൂപം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഭാരതീയ ജനസംഘത്തിൻ്റെ പുതിയ രൂപമാണ് BJP എന്ന് പറയുന്നത്. അപ്പോൾ ഭാരതീയ ജനസംഘം വാസ് ഫോംഡ് ഇൻ ഒക്ടോബർ 1951. എല്ലാവരും നോട്ട് ചെയ്ത് നോക്കണം. 1951 ഒക്ടോബറിലാണ് ഭാരതീയ ജനസംഘം രൂപീകരിച്ചത്. ബൈ ശ്യാമപ്രസാദ് മുഖർജി ആൻഡ് ദീനദയാൽ ഉപാധ്യായ. ഭാരതീയ ജനസംഘം രൂപീകരിച്ചത് ശ്യാമപ്രസാദ് മുഖർജിയും ദീനദയാൽ ഉപാധ്യായുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. അതിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേര് നമുക്ക് എപ്പോഴും മേലെ തന്നെ പറയാൻ സാധിക്കും. കാരണം ഭാരതീയ ജനസംഘം വാസ് ഫൗണ്ടഡ് ബൈ ശ്യാമപ്രസാദ് മുഖർജി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒപ്പം ദീനദയാൽ ഉപാധ്യായയുടെ പേരും നമുക്കതിൽ പറയാം. ദ ഫസ്റ്റ് പ്രസിഡന്റ് വാസ് ശ്യാമപ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. ദ ബാക്ക് ബോൺ ഓഫ് ഭാരതീയ ജനസംഘം വാസ് RSS. RSS എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നാണ് സംഘടനയുടെ പേര്. RSS ആണ് ഇതിൻ്റെ ഒരു നട്ടെല്ലായിട്ട് അറിയപ്പെടുന്നത്. RSS രൂപീകരിക്കപ്പെടുന്ന RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു സംഘടനയാണ്. ഒരു ഹിന്ദു അനുകൂല സംഘടനയായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ സാധിക്കുക. ഈ RSS ആണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ, ഇതിൻ്റെ ഒരു നട്ടെൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ RSS നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഏത് BJS എന്നറിയപ്പെടുന്ന ഭാരതീയ ജനസംഘം. അപ്പം ദ ഐഡിയോളജി ഓഫ് ഹിന്ദു മഹാസഭ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹിന്ദു മഹാസഭ 1915 രൂപീകരിക്കപ്പെട്ടത്. ഒരു പക്ഷേ നിങ്ങൾ കേൾക്കാൻ വഴിയില്ല എങ്കിലും 1915 രൂപീകരിക്കപ്പെട്ട ഹിന്ദു മഹാസഭ. ഹിന്ദു മഹാസഭ ഓൾസോ വാസ് റിഫ്ലക്റ്റഡ് ഇൻ ജനസംഘം. അതായത് RSSൽ നിന്നും ഹിന്ദു മഹാസഭയിൽ നിന്നൊക്കെ തന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഇത് ഭാരതീയ ജനസംഘം എന്ന് പറയുന്നത്. ദ ഐഡിയോളജി ഓഫ് ഹിന്ദു മഹാസഭ ആൻഡ് RSS, ഈ രണ്ടിൻ്റെയും ഐഡിയോളജിയിൽ നിന്നുമാണ് ഈ ഒരു സംഘടന ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പറഞ്ഞ മനസ്സിലായ എല്ലാവർക്കും. ഇപ്പോൾ 1951 ഒക്ടോബറിലാണ് ശ്യാമപ്രസാദ് മുഖർജിയും ദീനദയാൽ ഉപാധ്യായയും ചേർന്നുകൊണ്ട് രൂപീകരിച്ച സംഘടനയാണ് ഭാരതീയ ജനസംഘം. അതിൻ്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ ഐഡിയോളജി ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ജനസംഘം വെർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതർ പാർട്ടീസ്. മറ്റ് പാർട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ആശയങ്ങളും പരിപാടികളുമായിരുന്നു ഭാരതീയ ജനസംഘത്തിന് ഉണ്ടായിരുന്നത്.
എന്തൊക്കെയാണ് അത് മറ്റു പാർട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കുറേയധികം പ്രത്യേകതകൾ ഇതിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് മെയിൻലി എ റിലീജിയസ് പാർട്ടി. നമുക്കറിയാം ഇതൊരു റിലീജിയസ് ആയിരിക്കുന്ന പാർട്ടിയാണ്. അതായത് ഹിന്ദു മനോഭാവമുള്ള അല്ലെങ്കിൽ ഹിന്ദു മതവിഭാഗത്തിനോട് കുറച്ചുകൂടി അടുപ്പം കാണിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു മതവിഭാഗത്തിന്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണിത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതൊരു മെയിൻലി എ റിലീജിയസ് പാർട്ടി എന്ന് പറയാം. റിലീജിയസ് പാർട്ടി മീൻസ് ഒരു മതപരമായ രീതിയിൽ ഉണ്ടാക്കപ്പെട്ട പാർട്ടികൾ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? 1906 രൂപീകരിക്കപ്പെട്ട മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള ഒരു ഹിന്ദു മനോഭാവത്തെ കൂടുതൽ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ടിയായിരുന്നു നമുക്ക് പറയാൻ സാധിക്കും. ജനസംഘം സ്റ്റുഡ് ഫോർ ഇന്ത്യൻ കൾച്ചർ ആൻഡ് നാഷണലിസം. ഇന്ത്യയുടെ സംസ്കാരത്തിനും അതുപോലെ തന്നെ ദേശീയതയ്ക്കും വേണ്ടി നിലകൊണ്ട പാർട്ടിയായിരുന്നു ഭാരതീയ ജനസംഘം. ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യയുടേതായിട്ടുള്ള ഒരു കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് സ്വദേശപരമായ ഒരു കൾച്ചർ, അതിനുവേണ്ടിയും അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടിയും നിലകൊണ്ട പാർട്ടിയായിരുന്നു ഭാരതീയ ജനസംഘം. അത് വൺ കൺട്രി വൺ കൾച്ചർ ആൻഡ് വൺ നേഷൻ, ഇതാണ് ഭാരതീയ ജനസംഘം മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശയം. വൺ കൺട്രി വൺ കൾച്ചർ വൺ നേഷൻ, ഒരു രാജ്യം ഒരു സംസ്കാരം ഒരു ദേശം, ഒരു രാജ്യം ഒരു സംസ്കാരം ഒരു ദേശം. വൺ കൺട്രി വൺ കൾച്ചർ ആൻഡ് വൺ നേഷൻ, ഇത് ഭാരതീയ ജനസംഘം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജി ആയിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഒറ്റ രാജ്യം, ഒരു സംസ്കാരം, ഒരു ദേശം, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് അതിൽ ഉള്ളത്. ദെൻ സ്ട്രോങ്ലി ബിലീവ്ഡ് ഇൻ ഇന്ത്യൻസ് കൾച്ചർ ആൻഡ് ട്രഡീഷൻസ്, ഇന്ത്യയുടെ കൾച്ചറിനെയും അതുപോലെ തന്നെ പാരമ്പര്യത്തെയും അതിശക്തമായി അംഗീകരിച്ച അല്ലെങ്കിൽ അതിശക്തമായിട്ട് അതിൽ അടിയുറച്ച് വിശ്വസിച്ചൊരു പാർട്ടിയായിരുന്നു ഭാരതീയ ജനസംഘം. അപ്പോൾ സ്ട്രോങ്ലി ബിലീവ്ഡ് ഇന്ത്യാസ് കൾച്ചർ ആൻഡ് ട്രഡീഷൻസ്, ഇന്ത്യൻ ട്രഡീഷൻ, ഇന്ത്യൻ കൾച്ചർ അതിലെ അടിയുറച്ച് വിശ്വസിച്ച ഒരു പാർട്ടിയായിരുന്നു. ദ പാർട്ടി വാണ്ടഡ് ടു റിജക്ട് ദ വെസ്റ്റേൺ വാല്യൂ ആൻഡ് ടു അക്സെപ്റ്റ് ഇന്ത്യൻ വാല്യൂസ്. വെസ്റ്റേൺ വാല്യൂസിന് പകരം, അതായത് വൈദേശികമായ മൂല്യങ്ങളെ ഒഴിവാക്കി ഇന്ത്യൻ മൂല്യങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഭാരതീയ ജനസംഘം ആവശ്യപ്പെട്ടു. അതായത് വൈദേശികമായ മൂല്യങ്ങളെ ഒഴിവാക്കുകയും പകരമായിട്ട് ഇന്ത്യൻ മൂല്യങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള ആശയമായിരുന്നു ജനസംഘം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ ഓരോ പോയിന്റുകളായിട്ട് ഓർമ്മിക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, എഴുതി വെക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ദ പാർട്ടി വാണ്ടഡ് ടു റിജക്ട് വെസ്റ്റേൺ വാല്യൂസ് ആൻഡ് ടു അക്സെപ്റ്റ് ഇന്ത്യൻ വാല്യൂസ്. ഇന്ത്യൻ സംസ്കാരത്തിലൂടെ മാത്രമേ നമുക്ക് വികസനം സാധ്യമാവൂ എന്നുള്ളതായിരുന്നു ഭാരതീയ ജനസംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യൻ കൾച്ചറിലൂടെ മാത്രമേ നമുക്ക്, ഇന്ത്യൻ സംസ്കാരത്തിലൂടെ മാത്രമേ നമുക്ക് വികസനം സാധ്യമാവൂ എന്നുള്ള ആശയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദെൻ അടുത്തൊരു പോയിന്റ് നോക്കുക. ജനസംഘ് ബിലീവ്ഡ് ഇൻ ദ ഐഡിയ ഓഫ് അഖണ്ഡ ഭാരത്. അഖണ്ഡ ഭാരതം എന്നുള്ള ആശയം, ദ കൺസെപ്റ്റ് ഓഫ് അഖണ്ഡ ഭാരത്, അഖണ്ഡ ഭാരതം എന്ന ആശയത്തിൽ ജനസംഘം വിശ്വസിച്ചു. എന്താ നോക്കാം നമുക്ക് അഖണ്ഡ ഭാരതം. അപ്പോൾ ആ പോയിന്റ് എല്ലാവരും എഴുതി നോക്കുക. അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആശയത്തിൽ ജനസംഘം വിശ്വസിച്ചു. അഖണ്ഡ ഭാരതം എന്ന ആശയം ജനസംഘം മുന്നോട്ട് വെക്കുന്നത് റീയൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മതപരമായ കാഴ്ചപ്പാടിലാണ് അങ്ങനെ ഒരു രാജ്യം ഉണ്ടായെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ പാകിസ്ഥാൻ എന്ന് പറയുന്നത് യഥാർത്ഥ നമ്മുടെ സഹോദര രാജ്യമാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അത് വേർപിരിഞ്ഞ് പോയി എന്ന് മാത്രമേ ഉള്ളൂ, മുസ്ലിം ഡോമിനേറ്റഡ് ആയിരിക്കുന്ന ഏരിയ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനസംഘം മുന്നോട്ട് വെക്കുന്നത് അഖണ്ഡ ഭാരത് എന്ന് പറയുന്ന ആശയമാണ്. ജനസംഘം ബിലീവ്ഡ് അല്ലെങ്കിൽ ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് അഖണ്ഡ ഭാരത്. ഇറ്റ്സ് മെയിൻ എയിം വാസ് ടു ഫോം അഖണ്ഡ ഭാരത് ബൈ മേക്കിംഗ് റീയൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇപ്പോൾ സിംപ്ലി സ്പീക്കിംഗ്, ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ദ മീനിങ് ഓഫ് അഖണ്ഡ ഭാരത് ഈസ് റീയൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഒന്നിക്കുക, റീയൂണിയൻ ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് അഖണ്ഡ ഭാരത്. അപ്പോൾ അഖണ്ഡ ഭാരത് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചു. ദെൻ പിന്നീട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഭാരതീയ ജനസംഘം മുന്നോട്ട് വെക്കുന്നത് നമുക്ക് നോക്കാം. പ്രൊപ്പഗേഷൻ ഓഫ് ഹിന്ദി, ഹിന്ദിയുടെ പ്രചരണം അവർ മുന്നോട്ട് വെച്ചു. എന്ന് പറഞ്ഞാൽ ഹിന്ദിയെ അവർ അതിശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തു, ഹിന്ദി ഭാഷയെ അതിശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഹിന്ദി എന്ന് പറയുന്ന ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റണം എന്നുള്ള ആവശ്യം ഭാരതീയ ജനസംഘം മുന്നോട്ട് വെച്ചു. ദെൻ അപ്പോൾ അഖണ്ഡ ഭാരത് എന്ന് പറയുന്ന ആശയത്തിന് നിൽക്കുന്നു. അതുപോലെ തന്നെ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക. വൺ കൺട്രി വൺ കൾച്ചർ വൺ നേഷൻ എന്ന് പറയുന്ന ആശയത്തിന് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യാസ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ, ഇന്ത്യയുടെ പാരമ്പര്യത്തിനും അതുപോലെ തന്നെ സംസ്കാരത്തിനും വേണ്ടി നിൽക്കുന്നു. അതിലൂടെ മാത്രമേ നമുക്ക് വികസനം സാധ്യമാവൂ എന്ന് പറയുന്നു. ദെൻ ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. ദെൻ പ്രിവെൻഷൻ ഓഫ്
കൗ സ്ലോട്ടർ എല്ലാവർക്കും അറിയാം. കൗ സ്ലോട്ടറിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഗോവധത്തെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട സംഘടനയായിരുന്നു ഭാരതീയ ജനസംഘം. അപ്പോൾ ഗോവധത്തെ നിരോധിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. ദെൻ സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ദ സ്പെഷ്യൽ റൈറ്റ്സ് ഗ്രാൻഡഡ് ടു കൾച്ചറൽ ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ്. സാംസ്കാരികവും അതുപോലെ തന്നെ മതപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന, പ്രത്യേക തരത്തിലുള്ള സംവരണങ്ങൾ നൽകുന്നതിനെ പാർട്ടി എതിർത്തു. ഒന്നുകൂടെ ഞാൻ പറയാം. സ്ട്രോങ്ലി ഒപ്പോസ് ദ സ്പെഷ്യൽ റൈറ്റ്സ് ഗ്രാൻഡഡ് ടു കൾച്ചറൽ ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ്. സാംസ്കാരികവും അതുപോലെ തന്നെ മതപരവുമായ വിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനകളെ ശക്തമായിട്ട് ഇവർ എതിർത്തു. എന്ന് പറഞ്ഞാൽ നമ്മൾ സംവരണം കൊടുക്കുക എന്നെല്ലാം പറയുന്നുണ്ടല്ലോ, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന സംവരണം, അത്തരം കാര്യങ്ങളൊക്കെ അതിശക്തമായിട്ട് പാർട്ടി എതിർത്തു. ദെൻ ഭാരതീയ ജനസംഘം അക്സെപ്റ്റ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ചേരിചേര പ്രസ്ഥാനത്തിൽ ഇവർ അടിയുറച്ച് വിശ്വസിച്ചു. ചേരിചേര പ്രസ്ഥാനം എന്താണെന്ന് നമുക്ക് മറ്റൊരു ചാപ്റ്റർ വിശദമായിട്ട് പറയാം. നേരത്തെ ഞങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇരു ചേരിയിലും ചേരാൻ നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ചേരിചേര പ്രസ്ഥാനം എന്ന ആശയത്തിന് ഇവർ ശക്തമായി പിന്തുണച്ചു. ദെൻ ഇന്ത്യ ഷുഡ് ഡെവലപ്പ് ന്യൂക്ലിയർ വെപ്പൺസ്. ഇന്ത്യ ആണവായുധങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള അതിശക്തമായ ആവശ്യം പാർട്ടി മുന്നോട്ട് വെച്ചു. ഇങ്ങനെ വ്യത്യസ്തമായ കുറേയധികം ഐഡിയോളജികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പോയ ഒരു പാർട്ടിയായിരുന്നു ഭാരതീയ ജനസംഘം എന്ന് പറയുന്നത്. ഇൻ 1952 ഇലക്ഷൻ ഭാരതീയ ജനസംഘം ഗോട്ട് ഓൺലി 3 സീറ്റ്സ്. എന്നാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഭാരതീയ ജനസംഘത്തിന് ശക്തമായിട്ട് തിളങ്ങാൻ സാധിച്ചില്ല. ആദ്യത്തെ 1952 ഒന്നാമത്തെ ഇലക്ഷനിലെ പാർട്ടി ഗോട്ട് ഓൺലി 3 സീറ്റ്സ്, 3 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഇലക്ഷൻ പെർഫോമൻസ് ഈസ് വെരി പുവർ, അല്ലെങ്കിൽ ഇലക്ഷൻ പെർഫോമൻസ് വാസ് വെരി പുവർ. വളരെ മോശപ്പെട്ട ഇലക്ഷൻ പെർഫോമൻസ് ആയിരുന്നു 52 ഇലക്ഷനിൽ. അതുപോലെ തന്നെ 57 ഇലക്ഷനിലും ഭാരതീയ ജനസംഘത്തിന് 4 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. ഇങ്ങനെ വളരെ ഇലക്ഷൻ രംഗത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പാർട്ടിക്ക് വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ വ്യത്യസ്തമായ ചില ഐഡിയോളജികൾ ഇന്ത്യയുടെ മുന്നിൽ വെച്ച സംഘടനയായിരുന്നു ഭാരതീയ ജനസംഘം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദ മെയിൻ സപ്പോർട്ട് ഫ്രം ദ പാർട്ടി in Uttar Pradesh, Rajasthan, main supporters of this party in UP, Rajasthan, Madhya Pradesh, Delhi and Hindi speaking areas. ഭാരതീയ ജനസംഘത്തിൽ ഏറ്റവും സ്വാധീനമുള്ള മേഖല എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ഡൽഹി, പിന്നെ ഹിന്ദി സംസാരിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഹിന്ദി സംസാരിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലും പാർട്ടിക്ക് ചെറിയ മോശമില്ലാത്ത സ്വാധീനം ലഭിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് ഹിന്ദി ഭാഷയെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ സംഘടനയാണ് ഈ ഭാരതീയ ജനസംഘം. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞു ശ്യാം പ്രസാദ് മുഖർജി ഇതിൻ്റെ ഫൗണ്ടറാണ്. അതുപോലെ തന്നെ ദീനദയാൽ ഉപാധ്യായ. അപ്പോൾ ശ്യാം പ്രസാദ് മുഖർജി, ദീൻദയാൽ ഉപാധ്യായ. ദെൻ ബൽരാജ് മധോക്, പേരെഴുതി വെക്കണം എല്ലാവരും, ബൽരാജ് മധോക്. ശ്യാം പ്രസാദ് മുഖർജി, ദീനദയാൽ ഉപാധ്യായ, ബൽരാജ് മധോക്. ദെൻ ദേവപ്രസാദ് ഘോഷ്, ദേവപ്രസാദ് ഘോഷ്. ഈ പേരുകൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ശ്യാമപ്രസാദ് മുഖർജി, ദീനദയാൽ ഉപാധ്യായ, ബൽരാജ് മധോക് ആൻഡ് ദേവപ്രസാദ് ഘോഷ്. പിന്നീട് പാർട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. ഇൻ 1977 1977 ജനസംഘ് മെർജ്ഡ് വിത്ത് ജനതാ പാർട്ടി. 1977 ജനസംഘം ജനതാ പാർട്ടിയായിട്ട് ലയിച്ചു ചേർന്നു. 77 ഒരു പ്രത്യേക രാഷ്ട്രീയം ഉണ്ടായിരുന്നു. 77 ആദ്യമായി കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ട സമയമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം. 77 ഇന്ത്യയിൽ ശക്തമായിട്ട് ഉയർന്നു വന്ന പാർട്ടിയായിരുന്നു ജനസംഘം എന്ന് പറയുന്ന ജനത എന്ന് പറയുന്ന പാർട്ടി. ഈ ജനതാ പാർട്ടിയിൽ ലയിച്ചു ചേർന്നു. ഇൻ 1977 ജനസംഘ് മെർജ്ഡ് വിത്ത് ജനതാ പാർട്ടി, ജനതാ പാർട്ടിയിൽ ലയിച്ചു ചേർന്നു. അങ്ങനെ ആ 77 ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി, അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. ആ 77 ജനസംഘം ജനതാ പാർട്ടിയോട് ഒന്നിച്ച് ലയിച്ചു ചേർന്നു. പക്ഷേ അതിലെ പല നേതാക്കന്മാർക്കും അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻ 1980 ഫോർമർ ലീഡേഴ്സ് ഓഫ് ജനസംഘ് ഫോംഡ് BJP. അങ്ങനെ 1980 ജനസംഘത്തിന്റെ പഴയ നേതാക്കന്മാരൊക്കെ കൂടി ചേർന്നുകൊണ്ട് വാജ്പേയി, അദ്വാനി, ഈ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാജ്പേയി, അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നൊക്കെയുള്ള പേര് കേട്ടിട്ടുണ്ടാവും. ഇവരൊക്കെ ചേർന്നുകൊണ്ട് 1980 ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി, BJP. ആ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ 1980 BJP എന്ന് പറയുന്ന പാർട്ടി
രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഭാരതീയ ജനസംഘത്തിന്റെ പുതിയ വേർഷനാണ്, പുതിയ ഒരു രൂപമാണ് BJP എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ജനസംഘത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ജനസംഘം 1951 രൂപീകരിക്കപ്പെട്ടത്. ശ്യാമപ്രസാദ് മുഖർജി, ദീനദയാൽ ഉപാധ്യായ എന്ന് പറയുന്ന രണ്ടുപേരായിരുന്നു അതിന്റെ ഫൗണ്ടേഴ്സ്. അതിലെ ഫസ്റ്റ് പ്രസിഡന്റ് ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കുക. RSSൽ നിന്നും ഹിന്ദു മഹാസഭയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെ അതിന്റെ ഒരു അടിത്തറയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് സംഘടനകളെയാണെന്ന് നമുക്ക് പറയാം. മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ ഒട്ടനവധി ഐഡിയോളജീസ് വെച്ച് പുലർത്തിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട പാർട്ടിയായിരുന്നു BJS എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ഐഡിയോളജി എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇലക്ഷൻ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞു. 3 സീറ്റുകളാണ് 52-ൽ, 57-ലെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളാണ്. ഇങ്ങനെ വളരെ ചെറിയ രീതിയിലുള്ള ഇലക്ഷൻ സ്വാധീനം മാത്രമേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. പക്ഷേ പിന്നീട് 77-ലെ ജനതാ പാർട്ടിയായിട്ട് മെർജ് ചെയ്യുകയും 80-ൽ ഒരു പുതിയ പാർട്ടിയായിട്ട് BJP എന്ന് പറയുന്ന പുതിയ പാർട്ടിയായിട്ട് അത് രൂപീകരിക്കപ്പെടുകയും ചെയ്തു. നമ്മളിപ്പോൾ ഇന്ന് 2 പാർട്ടികളെ കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും മറ്റൊന്ന് ഭാരതീയ ജനസംഘത്തെക്കുറിച്ചുമാണ്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് ഓർമ്മിച്ചു വെക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക്